എവിടെയാണെന്നറിയോ? സെറ്റാക്കണ്ടേ? നല്ല വ്യൂടാ, ഫോട്ടോ എടുക്കാണ്ടൊരു സമാധാനം ഇല്ലടാ. ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? എനിക്കിന്നൊരു ഫംഗ്ഷനുണ്ട് ഓഫീസിൽ നിന്ന്. ഇയർലി നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ താജിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ ടൈം 7 മണിയായിട്ടുണ്ട്. എനിക്കിവിടുന്ന് 8 മണിയാകുമ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സാരിയാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് ചെറിയൊരു മേക്കപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചു. പരിപാടിയല്ലേ, ഒന്ന് അടിപൊളിയാവണ്ടേ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് ചെയ്യണോ? ഈ ഒരു പോർഷനിൽ മേക്കപ്പ് ആദ്യം ചെയ്യാം. ഓക്കെ, ദൈവം നല്ല ഉറക്കാം. അപ്പം എണീക്കുന്നതിന് മുന്നേ പരിപാടിയൊക്കെ തീർത്ത് വെക്കാം, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അവൾ ചെയ്യിക്കില്ല. എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ല, അപ്പം അതുകൊണ്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് ഡയറക്റ്റ് ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത്. അപ്പം ഫൗണ്ടേഷൻ ഞാൻ ലാക്മിയുടെ ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് മെൻഷൻഡ് അല്ല. ഓക്കെ, നാച്ചുറൽ സിനമൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് റെഡിയാക്കാം. ചെറിയ ക്വാണ്ടിറ്റി എടുത്തായിട്ടോ. ഓക്കെ, ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തൊക്കെ അത് കവർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. നമ്മളെപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം തന്നെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഷെയ്ഡ് ഡിഫറൻസ് കാണിക്കും. അതുകൊണ്ട് എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഇതൊന്ന് നനച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ നനച്ചിട്ട് വരാം. ഞാൻ ചുമ്മാതെ ഒന്ന് നനച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ഫൗണ്ടേഷൻ കൂടി ഇട്ടിട്ടുണ്ട്. നല്ലോണം അങ്ങ് സ്പ്രെഡ് ചെയ്തേക്കാം. ഫേസിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തിട്ട് പിന്നെ ഹെയറിലേക്കും സാരി എടുക്കാനൊക്കെ കിടക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ തോന്നും ചിലപ്പോൾ, പക്ഷെ ഇത് കറക്റ്റാണ്. ഞാനിങ്ങനത്തെ സാധനങ്ങൾ അധികം മേടിക്കാറുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ ഉടനെ പോയി മേടിക്കേണ്ടി വരും. ഇന്നലെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഷോപ്പുണ്ട്, മുത്തെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ പോയി വാങ്ങിച്ചാണ് അതൊക്കെ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷൻ ലിപ്സിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ, കാരണം ലിപ്സിൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും വലുതായിട്ടൊന്നും അറിയാതെ തന്നെ ഇത് കവറപ്പ് ആയിക്കോളും. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം ഞാൻ കറക്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാം. റോൺസിലി എന്ന് പറയുന്ന ഒരു ഐബ്രോ പാലറ്റ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഐബ്രോ അടിപൊളിയാക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇൻ കേസ് ഇങ്ങോട്ടേക്കൊക്കെ അതിൻ്റെ പൗഡേഴ്സ് വീണ് കഴിഞ്ഞാൽ വൃത്തികേടാവും. അപ്പോൾ ഞാനിതിവിടെ ഈ ബ്രൗൺ ഷെയ്ഡും ഗ്രേ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഔട്ട്ലൈൻ വന്നിട്ട് ഗ്രേ ഷെയ്ഡ് കൊടുക്കും ചെറിയ രീതിയിൽ. ഹെയർ ഇല്ലാത്ത ഭാഗം മാത്രം കവർ ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ ഫില്ല് ചെയ്യില്ല അതുപോലെ. അപ്പോൾ ഔട്ട്ലൈൻ വന്നിട്ട് ഞാനങ്ങനെ ഗ്രേ കളറിൽ മിക്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൊടുത്തേ, അപ്പം അതങ്ങ് നോത്തോളാം.
ഇനി അത് നമ്മൾ ബ്രൗൺ വെച്ചിട്ട് ഫില്ല് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കട്ടെ. ഇതേ ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ, ഇപ്പുറത്തെ സൈഡ് കൂടി അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതുമായി ഇനി ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഇതില്ലാത്ത സൈഡ് മാത്രം കേട്ടോ, ഹെയർ ഇല്ലാത്ത സ്പേസ് മാത്രം നല്ലോണം അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് കോംബ് ചെയ്യുമ്പോഴത്തേക്കും അത് മാറിക്കോളൂ കേട്ടോ. ഈ ഒരു ബ്രഷ് സൈഡ് വെച്ചിട്ട് നമ്മൾ താഴെ ഇവിടെ നിന്ന് വരച്ചത് ഒന്ന് പൊക്കി കൊടുത്തേക്കാം. അതവിടെ ഫില്ലാവും. ഇവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തേക്കാം. ഷേപ്പിൽ തന്നെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് റെഡിയായി. ഓക്കെ, ഇനി ഈ വൈറ്റ് ഷെയ്ഡില്ലേ, അതിന് മുന്നേ ഇപ്പം നിങ്ങളുടെ കയ്യിൽ കൺസീലർ ഉണ്ടെങ്കിൽ ഈ ഒരു ഐബ്രോ ലൈൻസില്ലേ 2 സൈഡ്, അത് നല്ലോണം ഷാർപ്പൻ ചെയ്ത് വരക്കണം. ഒരു ചെറിയൊരു ഡ്രോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്തേക്ക്. അപ്പോൾ അതവിടെ ഒരു ഹൈലൈറ്റ് പോലെ വന്നോളൂ. കുറച്ച് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യട്ടോ. ഓക്കെ, ഒരു ഹൈലൈറ്റ് പോലെ വരും. അത് നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാക്മേയുടെ കൺസീലറാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോയുടെ 2 സൈഡ്സ് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുക. നോർമലി മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഐബ്രോ സൈഡും ഐ ഷാഡോസും ചെയ്തതിന് ശേഷമാണ് ഫൗണ്ടേഷൻ ആഡ് ചെയ്യാറുള്ളത്. കാരണം ഇതിൻ്റെയൊക്കെ പൗഡേഴ്സ് ഫേസിൽ പിന്നെയും വീഴുമ്പോൾ അതൊരു വൃത്തികേടല്ല. ഐബ്രോ സൈഡും ഐ ഷാഡോസും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം എപ്പോഴും ഫൗണ്ടേഷൻ ആഡ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്യുക. ബ്രഷ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതവിടെ ഒരു ഹൈലൈറ്റ് പോലെ ആയി. ഇനി നമുക്ക് കുറച്ച് ലൈറ്റ് കളറ് ഐ ഷാഡോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ണിൽ. അപ്പം ഐലൈനറൊക്കെ എഴുതുമ്പോഴത്തേക്കും സ്പ്രെഡ് ആവാതിരിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും. ഞാനിപ്പം ഒരു സ്മോക്കി ടൈപ്പാണ് കൊടുക്കുന്നത്.
സാധാ 10 രൂപയുടെ കുഞ്ഞ് കാജൽ സ്റ്റിക്കാണ്, അത് വെച്ചിട്ട് എഴുതാം. അപ്പോൾ അവിടെ കഴിഞ്ഞു. എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ ഇവിടെ ബ്ലാക്ക് കളറിലെ ഒരു ഐ ഷാഡോ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ ഈ സൈഡ്, ഈ കോർണേഴ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സീൻ തന്നെ മുകളിലേക്ക്. മുകളിലേക്ക് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, ഒരു സ്മോക്കി ടൈപ്പ് കൊടുക്കാം. ആൻഡ് ഇതൊക്കെ പ്രൊഫഷണലി ചെയ്യുന്ന ആളുകളുടെ പോലെയൊന്നും പ്രതീക്ഷിക്കണ്ട. എനിക്കിങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ സ്വയം റെഡിയാവുന്നത് ഇങ്ങനെയൊക്കെയാണ്. കണ്ണെഴുതാൻ മാത്രം എനിക്ക് പണ്ട് മുതലേ അറിയാം കേട്ടോ. താഴെ അധികം എഴുതിയെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടിക്കിടുന്നില്ല. ഇനി നമുക്ക് മേളിൽ ഐലൈനർ വരച്ചു കൊടുക്കാം. നമ്മളുടെ പഴയ ഡാസ്ലേഴ്സിൻ്റെ ഐലൈനർ അല്ലേ, അതാ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല തിന്നായിട്ട് എഴുതണുള്ളൂ കേട്ടോ. എഡ്ജപ്പറും ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് എഴുതാറുണ്ട്. മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സിൻ്റെ ഔട്ട്ലൈൻസ് നോക്കിയിട്ട് ഇടുക. ഇതാണ് ഫൈനൽ. ഇനി ഫേസിലൊന്നും ചെയ്യാനില്ല. ഇനി ഒരു പൊട്ടും കൂടെ വെച്ചാൽ സെറ്റ്. ഹെയർ സെറ്റ് ചെയ്യണം, സാരി ഉടുക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇപ്പം ഇതെങ്ങനെ ചെയ്യും? അഴിച്ചിട്ട് അപ്പൊള്ളൂല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാം. തൽക്കാലം നമുക്കിങ്ങനെ പിടിക്കാം. നാലഞ്ച് ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയാവും. അയ്യാ ദേവു, എന്നിട്ട് വാട കള്ള വാട പൊന്ന. അമ്മയുടെ മോളാണെങ്കിൽ വാ.
അമ്മയുടെ മോളല്ലേ അപ്പാ? പിന്നെന്തോന്നവോ. എന്നിട്ട് നമുക്ക് അതെന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. കോംബ് ചെയ്യാൻ പാടില്ല, ഞാൻ മറ്റേ ക്രീം ഇട്ടേക്കുന്നതുകൊണ്ട് കോംബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തികേടാവും. ഞാൻ തൽക്കാലം മുടി ജസ്റ്റ് ഇങ്ങനെ വഴഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡ് പോലെ തന്നെ കിട്ടറ ഇപ്പുറത്തും കണ്ടാ. അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. ഓക്കെ, അത്യാവശ്യം പൊക്കി മുടി കെട്ടിയിട്ട് നമുക്ക് ചുമ്മാ ഒന്ന് ഹെയർ ബൺ ചെയ്യാൻ നോക്കാം. കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്ക് സൈഡ് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇത് മതി. ഞാനൊക്കെ ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഓരോന്നും തപ്പാൻ വേണ്ടി പോണത്. ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു നേരമായി. ദേവു ചെല്ലേ, ഞാൻ ലാസ്റ്റ് ഇടോളൂ ദേവുട്ട കമ്മല്. ദേവു എനിക്ക് അമ്മ പറയും വിട്ട് തന്നാൽ മതി. ചെല്ലേ, ആ പോയി ഭക്ഷണം കഴിക്കപ്പോഴത്തേക്കും. എൻ്റെ മുത്തല്ലേ പറയണേക്ക്. എന്നാൽ ഇട്ടുക. ഒരാളെനിക്ക് കമ്മലിടാൻ വേണ്ടി കുറേ നേരമായി നിൽക്കണം. അപ്പം അയാളെ കൊണ്ട് അതങ്ങോട്ട് ചെയ്യിപ്പിക്കാം. കാരണം അല്ലെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് പോവില്ല, ഇയാൾ ഭക്ഷണവും കഴിക്കൂല. ഇതാണ് എൻ്റെ കമ്മൽ. അയ്യോ സോറി, എനിക്കൊരു സെക്കൻഡ്. ഇട്ടാ ഏട്ടാ, ഹെയർ കുഴപ്പമില്ലല്ലോ. ഓക്കെ, എനിക്കറിയില്ല. വിഷ്ണുവേട്ടൻ റെഡി ആയി കഴിയുമ്പോൾ ഇറങ്ങും. ആ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇത്ര ഉള്ളു പരിപാടി. ഇനി പോയി ഭക്ഷണം കഴിക്കാം. എനിക്ക് പ്രോമിസ് തന്നാ. ഒന്നൂടെ ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. ബ്ലൗസ് ഞാൻ ഏർജൻറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് വീടിനടുത്ത് സ്ഥിരമായിട്ട് തയ്ക്കുന്ന ചേച്ചിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ഫ്രണ്ട്സായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആനുവൽ ഫംഗ്ഷൻ്റെ ഒരു കുഞ്ഞു വ്ലോഗ് കൂടി വരാനുണ്ട്. അപ്പോൾ എല്ലാവരും അത് മസ്റ്റായിട്ട് കാണാം. ബൈ ഫ്രം കേരള സ്റ്റോറീസ്.